ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഒരു 4 ദിവസത്തെ റോഡ് ട്രിപ്പ്. ഇപ്പോൾ സമയം 4:30. അതിരാവിലെ തന്നെ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മധുരയ്ക്കാണ് കേട്ടോ. ചെന്നൈയിൽ നിന്നും ഏകദേശം 450 കിലോമീറ്റേഴ്സ്, അതായത് ഒരു 7 hours ജേർണി. ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും മധുരയിൽ എത്താം. ഇത് കണ്ടില്ലേ, ചെന്നൈ സിറ്റിയുടെ നടുക്കാണ് ഈ മാൻകൂട്ടം നിൽക്കുന്നത്. എന്തായാലും നല്ലൊരു കാഴ്ചയും കണ്ടിട്ടാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ചെന്നൈയിൽ ഇപ്പോൾ മൊത്തത്തിലൊരു തണുപ്പ് സീസണാണ്. അതിൻ്റെ കൂടെ അതിരാവിലെയുള്ള യാത്രയും കൂടി ആയപ്പോൾ പിന്നെ പറയുകയേ വേണ്ട, നല്ല തണുപ്പ്. അതിരാവിലെ പോകുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ട്രാഫിക്ക് കുറവായിരിക്കും, അതേപോലെ റോഡിൽ വെഹിക്കിൾസും കുറവായിരിക്കും, പിന്നെ നല്ല ക്ലൈമറ്റും ആയിരിക്കും. അപ്പോൾ ഇത് മൂന്നും കൊണ്ടാണ് ഞങ്ങളെപ്പോഴും അതിരാവിലെയുള്ള ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത്. പറഞ്ഞു വന്നപ്പോൾ ഇതാ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. സൂര്യൻ ഉദിക്കുന്നത് ഞാൻ വീട്ടിലിരിക്കുമ്പോഴും കാണാറുണ്ട്, പക്ഷേ ഇതൊരു നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. കണ്ടാൽ ഇത് ചെന്നൈ ആണെന്ന് ആരും പറയില്ല, തമിഴ്നാട്ടിലെ സ്ഥലങ്ങളാണെന്ന് പറയില്ല, അത്രയും ഗ്രീനറി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഉളുന്തൂർപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ, അതായത് ചെന്നൈ ട്രിച്ചി ഹൈവേയുടെ ഓരത്തുള്ള വസന്ത് ഭവൻ എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നിൽ കഴിഞ്ഞ വർഷം ഈ വഴി പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ കയറിയുണ്ടായി. അപ്പോൾ അന്ന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത്തവണ ഇതിന് മുന്നിലൂടെയാണ് പോകണമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറയുണ്ടായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇതേ ഹോട്ടലിൽ തന്നെ കയറണമെന്ന്. അവർ ആ ടേസ്റ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡിൻ്റെ രണ്ട് വശത്തും നല്ല ഗ്രീനറി കാണുമ്പോൾ വിചാരിക്കും നമ്മൾ കേരളത്തിലെ ഏതോ ഒരു സ്ഥലത്ത് കൂടെ പോവുകയാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിരുന്നല്ലോ 4 ദിവസത്തെ ട്രിപ്പാണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ശരിക്കും പോകുന്നത് നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം കന്യാകുമാരിയുടെ അടുത്താണത് എന്ന് മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. മധുര വഴിയാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 2-3 കാര്യങ്ങൾ മധുരയിൽ ചെയ്യാനുണ്ടായിരുന്നു. അത് ഒന്ന്, മധുര മീനാക്ഷി ക്ഷേത്രം. കുറേ കാലമായി ഞാൻ പോയിട്ട്, എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമേ പോയിട്ടുണ്ടാവൂ. അപ്പോൾ കിട്ടിയ ചാൻസിൽ ഒന്നുകൂടെ പോകാം എന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് അവിടുത്തെ ഫുഡ് ഐറ്റംസ്. അതിൻ്റെ കൂടെ തന്നെ മധുരയുടെ തനതായ ഒരു ഓത്തൻറ്റിക് റെസിപ്പി എന്ന് പറയുന്ന സംഭവം, ഓത്തൻറ്റിക് ഡിഷ് എന്ന് പറയുന്ന ജിഗർ തണ്ട എന്ന് പറയുന്ന സംഭവം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ജിഗർ തണ്ട ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെന്നൈയിലും കിട്ടും, പക്ഷേ അത് അവിടെ നിന്ന് തന്നെ മധുരയിൽ നിന്ന് തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്ലാൻ ചെയ്ത പോലെ തന്നെ ഉച്ചയായപ്പോഴേക്കും മധുരയിലെത്തി. ഹോട്ടൽ റൂം നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. ലഞ്ച് ഇതേ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ഈവനിങ് ആയപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയി. VIP പാസ് ഉണ്ടായിരുന്നുകൊണ്ട് ദർശനം എളുപ്പമായി. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒന്നും അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. ഓട്ടോയിലാണോ പോണേ? അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും നല്ല നോൺ വെജ് ഫുഡ് എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ കൊനാർക്കടൈ എന്ന് പറയുന്ന ഷോപ്പിനെ പറ്റിയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ കൊനാർക്കടൈ തപ്പി പിടിച്ച് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കറി ദോശ കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി കഴിച്ചു. അത്ര ഇങ്ങോട്ട് എനിക്കിഷ്ടമായില്ല. കറി ദോശ അത്രയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും മട്ടൻ്റെ വേറെ വെറൈറ്റീസൊക്കെ വാങ്ങി കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമ്മുടെ ഡേ 2 ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ലഞ്ച് ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. ഒരു വസ്തുവിന് കൊള്ളാത്ത ലഞ്ചായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടാണ് ഇന്നത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. ബുഫേ ആയിരുന്നു. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ ഐറ്റവും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റവാദോശയൊക്കെ, സാധാരണ എനിക്ക് റവാദോശയൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇവർ നിർബന്ധിച്ചിട്ടാണ് ഞാനത് കഴിച്ചത്. അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവരുടെ ആ റവാദോശയിൽ. അപ്പോൾ കഴിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത്രയും ടേസ്റ്റുള്ള ഒരു റവാദോശ ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഇതിന് മുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര പുറപ്പെട്ടു നാഗർകോവിലിലേക്ക്. അപ്പോൾ മധുരയിൽ നിന്നും നാഗർകോവിലിലേക്ക് 4 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം ഒരു 250 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് പറയാനുള്ളത്. റോഡിൻ്റെ 2 സൈഡിലും ഫുൾ ഗ്രീനറി. കേരളമായിട്ട് ഒരുപാട് സാമ്യമുള്ള സ്ഥലമാണ് ഈ നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലം.
കേരളത്തിൽ നമുക്ക് അധികം കാണാൻ പറ്റാത്തതും പക്ഷേ തമിഴ്നാടിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നതുമായൊരു സംഭവമാണ് ഈ കാറ്റാടി യന്ത്രം. അപ്പോൾ ഈ കാറ്റാടി യന്ത്രമുള്ള ഒരു ഏരിയ ഈ നാഗർകോവിലിലേക്ക് പോകുന്ന ഭാഗത്തുണ്ട്. ഒരു കാലത്ത് നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അത് നമുക്ക് ഇവിടുത്തെ പച്ചപ്പും ഹരിതാഭയൊക്കെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് പയ്യൻ്റെ വീട്ടിലേക്കാണ്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പക്ഷെ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഡേ 3 വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ കല്യാണ പെണ്ണും ചെക്കനും രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. സാധാരണ എല്ലാം അവിടേക്ക് നേരം വൈകിട്ടാണ് പോവാറ്. എൻഗേജ്മെൻ്റ് എല്ലാം മൊത്തത്തിൽ നന്നായി. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം സ്റ്റൈലിൽ ബോളിയും കൂട്ടി മൂന്ന് സെറ്റ് പായസവും വെച്ചിട്ടുള്ളൊരു അടിപൊളി സദ്യ. ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ 6:30 തന്നെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഡെസ്റ്റിനേഷനേക്കാൾ കൂടുതൽ ഭംഗി അതിലേക്കുള്ള യാത്രയ്ക്കായിരിക്കും എന്ന് പറയുന്നത് എന്ത് ശരിയല്ലേ. 4 മനോഹര ദിവസങ്ങൾക്ക് ശേഷം മനസ്സിൽ നിറഞ്ഞ സന്തോഷവും ഓർമ്മകളും കൂട്ടി ഞങ്ങളങ്ങനെ ചെന്നൈക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കണ്ടത്, സൂര്യകാന്തി പാടം. അപ്പോൾ ഇത് നമ്മൾ പോകുമ്പോൾ ഇത് കണ്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് ഞാനിത് നോട്ട് ചെയ്തത്. ചെന്നൈയിൽ നിന്നും മധുരയിലേക്ക് വരുമ്പോൾ ജിഗർതണ്ട കഴിക്കണം എന്നുള്ളൊരാഗ്രഹം ഞാൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഇത്തവണ അത് നടന്നില്ല. കല്യാണത്തിന് വരുമ്പോഴെങ്കിലും ആ ആഗ്രഹം ഫുൾഫിൽ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സഖി.